ഒരു സർക്കാരും ഞങ്ങളുടെ കണ്ണീര് കാണുന്നില്ല. സർക്കാർ LP UP സ്കൂളിലേക്ക് സൗജന്യമായി നൽകുന്ന യൂണിഫോം നിർമ്മിക്കുന്ന കൈത്തറി തൊഴിലാളികൾ വലിയ ദുരിതത്തിലാണ്. അവർക്ക് കഴിഞ്ഞ 9 മാസമായി കൂലി കിട്ടുന്നില്ല. 2025 നവംബർ മാസം മുതൽ ഇന്ന് വരെ ഒരു 10 രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. 88,000 രൂപ കിട്ടാനുണ്ട്. 50,000 രൂപയിൽ മേലെ കിട്ടാനുണ്ട്. എനിക്ക് 50,000-60,000 രൂപയ്ക്ക് മേലുണ്ട് കിട്ടാനുണ്ട്. എനിക്ക് ഒരു 60,000 രൂപയ്ക്ക് കിട്ടാനുണ്ട്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളുടെ പല വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും ഇതിനകത്ത് നിന്ന് കിട്ടും. നിങ്ങൾ പിന്നെ ഇൻസെൻറ്റീവ് കിട്ടും നിങ്ങൾക്ക്. അത് 3 മാസം കൂടുമ്പോൾ അത് തരും. ഇതൊന്ത് പറഞ്ഞിട്ടും ഇൻസെൻറ്റീവും ഇല്ല, കൂലിയില്ല. ഇപ്പം ഇത് കഷ്ടപ്പാടുള്ള പണിയാണ്. നമ്മളെ ഇതിനകത്തേക്ക് അവർ വലിച്ചഴച്ചിട്ടിട്ട് നമുക്ക് കൂലി ഇല്ലാത്തതാണ് മെയിൻ. ജോലി ചെയ്യണമെങ്കിലും കൂലി കിട്ടുന്നുണ്ട്. തൊഴിലുറപ്പിന് തന്നെ ഇപ്പോൾ കൂലി 2 ആഴ്ച തോറും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കൈത്തറി തൊഴിലാളികളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അവർ തോർത്ത് നെയ്തുകൊണ്ടിരുന്നവരെ കൂടി വിളിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇപ്പോൾ തിരക്കണ പോലുമില്ല. സർക്കാർ ഈ ഒരു നിലപാട് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്താണെന്ന് അറിയില്ല. മറ്റുള്ള എല്ലാവർക്കും ഇലക്ഷൻ പ്രമാണിച്ച് അഡ്വാൻസ് വരെയും കൊടുത്തിട്ട് പോയി ഞങ്ങളുടെ പൈസ തരാതെയാണ് ഇറങ്ങിയത്. ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ തന്നാണ് അവർ ഞങ്ങളെ ഇതിനകത്ത് പിടിച്ചിട്ടത്. ഞങ്ങൾ ഓരോരുത്തർ തൊഴിലിന് പോയിരുന്നവരാണ്. അവരെയൊക്കെ പിടിച്ച് ഇതിനകത്ത് കൊണ്ട് ഇട്ടിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. 9 വർഷത്തിലധികമായി ഇത് തുടങ്ങിയിട്ട്. ഇപ്പം 2017 തുടങ്ങിയത്. അന്ന് എത്രയായിരുന്നോ കൂലി, അതിൽ നിന്നൊരു 15 രൂപ കുറച്ചു. എല്ലാ തൊഴിൽ മേഖലകളിലും കൂലി കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് കൂലി കിട്ടാതെ എങ്ങനെയാണ് ഞങ്ങൾ കൂലി കൂട്ടി തന്നോന്ന് പറയണത്? അവർക്ക് മുടങ്ങാതെ മാസം കിട്ടുന്നില്ലേ? ഞങ്ങൾക്ക് 2 മാസം കൂടി തരാൻ പാടില്ല. ഞങ്ങൾക്ക് എന്തുകൊണ്ട് തരുന്നില്ല? ഞങ്ങളിപ്പോൾ ഒരു രോഗം വന്ന ആശുപത്രി പോയാലേ മരുന്ന് മേടിക്കാൻ കാശ്, ഒരു കുറിച്ച് തന്നാൽ മേടിക്കാൻ കാശ് നമ്മുടെ ഇല്ല. അത്ര ദുഃഖത്തിൽ ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ഭർത്താവില്ലാത്താണ് ഇപ്പം ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. ഞാൻ പാടില്ലായിട്ടല്ല ഇത് വന്ന് ചെയ്യണത്, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മാസമായിട്ട് 1 രൂപയിൽ കൂലി തരാൻ പാടില്ല അവർക്ക്. അവരെന്തുകൊണ്ട് തരുന്നില്ല? ഇപ്പം എനിക്ക് പാടില്ലായിട്ട് 2 ആഴ്ച ഞാൻ പരിക്കാത്തിരിക്കുന്നത്. മരുന്നിന് കുറിച്ചിട്ട് മേടിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. പിന്നെ ഇതാ എന്ത് സർക്കാരാണ്? പിന്നെ അവർക്ക് മന്ത്രിമാർക്ക് കൊടുക്കാൻ കാശുണ്ട് ഇല്ലേ, ഹാൻഡിക്സ് കൊടുക്കാൻ കാശുണ്ട്, ടീച്ചർമാർക്ക് കൊടുക്കാൻ കാശുണ്ട്, ബാക്കി എല്ലായിടത്തും കൊടുക്കാൻ കാശുണ്ട്. കൈത്തറിക്ക് കൊടുക്കുന്ന കാശില്ല. അതെന്താ അങ്ങനെ തീരുമാനിക്കണവർ? ഉള്ള കാര്യം ഞാൻ പറയാമല്ല. ആര് സർക്കാർ ഭരിച്ചാലും അവർക്കും കൊള്ളാം, ഭരിക്കുന്നവർക്കും കൊള്ളാം. ഇത് ഏത് ചാനലുകാർ കേട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഭരിക്കുന്നവർക്കും കൊള്ളാം, കുറേ ഉദ്യോഗസ്ഥന്മാർക്കും കൊള്ളാം. നമസ്കാരം. സർക്കാർ LP UP സ്കൂളിലേക്ക് സൗജന്യമായി നൽകുന്ന യൂണിഫോം നിർമ്മിക്കുന്ന കൈത്തറി തൊഴിലാളികൾ വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. അവർക്ക് കഴിഞ്ഞ 9 മാസമായി കൂലി കിട്ടുന്നില്ല, ചെയ്യുന്ന വർക്കിൻ്റെ കൂലി കിട്ടുന്നില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പാണാവള്ളിയിലാണ്. പാണാവള്ളിയിലെ കൈത്തറി നെയ്ത്ത് സഹകരണ സംഘത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ 7 യൂണിഫോം നെയ്യുന്ന തൊഴിലാളികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ 4 പേർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിന്നും ഈ ശമ്പളം കിട്ടാത്തതുകൊണ്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. തുച്ഛമായ ശമ്പളമാണ് കിട്ടുന്നത്. എന്നിട്ട് അതുപോലും അവർക്ക് 9 മാസമായി നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. എന്തായിരുന്നു ചേച്ചി സംഭവിച്ചത്? ഞങ്ങൾക്ക് 2017 നമ്മുടെ കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതി കേരളത്തിലെ കൈത്തറി നെയ്ത്തുകാർക്ക് വേണ്ടി അന്നത്തെ സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ പൈസ തന്നു. നല്ല രീതിയിലല്ല, അവർ പറഞ്ഞിരിക്കുന്ന മിനിമം വേതനം വെച്ച് നമുക്ക് പൈസ തന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് അവർ പിടിച്ച് ഒരു 5 മാസമൊക്കെ കൂടുമ്പോൾ 2 മാസത്തെ തരും. ഞങ്ങൾ തല്ലിപ്പിടിച്ച്. ഇപ്പോൾ കഴിഞ്ഞ 2025 നവംബർ മാസം മുതൽ ഇന്ന് വരെ ഒരു 10 രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വേതനം. ഞങ്ങൾ അന്നന്ന് പണിയെടുത്ത് അന്നത്തെ ജീവിക്കുന്ന പാവം തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് ആരും തന്നെ കുടുംബത്ത് സാമ്പത്തികമുള്ളവരോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്കാരോ ഒന്നുമില്ല. എല്ലാവരും അന്നന്ന് വിലയെടുത്ത് കഴിയുന്നവരാണ്. സർക്കാർ ഈ ഒരു നിലപാട് ഞങ്ങളോട് ഇങ്ങനെ കാണിച്ചത് എന്താണെന്ന് അറിയില്ല. മറ്റുള്ള എല്ലാവർക്കും ഇലക്ഷൻ പ്രമാണിച്ച് അഡ്വാൻസ് വരെയും കൊടുത്തിട്ട് പോയി ഞങ്ങളുടെ പൈസ തരാതെയാണ് ഇറങ്ങിയത്. എന്താണ് തരാത്തതിന് കാരണം? എന്താണെന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ആരുടെ അടുത്ത് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് DIC-യിലാണ്, ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ സാറന്മാരുടെ ചോദിക്കുന്നത്. അവർ പറയുന്നത് വരും. ഇതല്ലാതെ പറയുന്നില്ല. നൂല് വരെ നമ്മൾ ഇപ്രാവശ്യം ഈ ലാസ്റ്റ് വന്ന നൂല് ഞങ്ങളുടെ കൈക്കാശ് കൊടുത്താണ്, ട്രാൻസ്പോർട്ടിങ് ചാർജ് കൊടുത്താണ് എടുത്തത്, പാഴ്സൽ സർവീസിന്. അതിൻ്റെ പൈസ പോലും കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക്. അത് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇവിടെ കൊണ്ട് തരേണ്ടതാണ്. അപ്പം ചില സമയത്ത് നമ്മൾ ഓൾറെഡി നമ്മളെടുക്കും. പക്ഷേ എങ്കിലും ആ പൈസ നമുക്ക് കിട്ടുന്നതാണ്. പ്രാവശ്യം അതും കിട്ടിയിട്ടില്ല പൈസ. ഇപ്പം ദുരിതത്തിലാണ്. പിന്നെ 9 വർഷത്തിലധികമായി ഇത് തുടങ്ങിയിട്ട്. ഇപ്പം 2017 തുടങ്ങിയത്. അന്ന് എത്രയായിരുന്നോ കൂലി, അതിൽ നിന്നൊരു 15 രൂപ കുറച്ചു. അതിൽ 100 രൂപ ഉണ്ടായിരുന്നു. കാരണം വലിയ നെല്ല് ചുറ്റണതും എല്ലാം ഞങ്ങൾ കൈ കൊണ്ടാണ് ചെയ്യണത്. ഒരു 15 രൂപ കുറച്ചിട്ട് ഇപ്പം കുറച്ചതല്ലാതെ 10 പൈസ ഇതുവരെ കൂട്ടിയിട്ടില്ല. 10 പൈസ ആ കുറച്ചതും ഇപ്പോൾ ഒരു 9 മാസമായിട്ട് തരുന്നില്ല. വലിയ കഷ്ടത്തിലാണോ? വലിയ കഷ്ടത്തിലാണ്. ഈ ഹാൻഡക്സിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നില്ലേ?
അവർക്ക് മുടങ്ങാതെ മാസം മാസം കിട്ടുന്നില്ലേ? ഞങ്ങൾക്ക് 2 മാസം കൂടിയും തരാൻ പാടില്ല ഞങ്ങൾക്ക്. എന്തുകൊണ്ട് തരുന്നില്ല? ഞങ്ങളിപ്പോൾ ഒരു രോഗം വന്ന ആശുപത്രി പോയാലേ മരുന്ന് മേടിക്കാൻ കാശ് വെച്ച് കുറിച്ച് തന്നാൽ മേടിക്കാൻ കാശ് നമ്മുടെ കയ്യിലില്ല. അത്ര ദുഃഖത്തിൽ ഞാൻ ജീവിക്കുന്നത്. ഭർത്താവില്ലാത്താണ് ജീവിക്കുക. ഇപ്പം ഞാൻ എങ്ങനെ ജീവിക്കുന്നു? ഞാൻ പാടുണ്ടായിട്ടല്ല ഇത് വന്ന് ചെയ്യണത്, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതിന് തീരുമാനം ഉണ്ടായേ പറ്റുള്ളൂ. ചെറിയ പണിയൊന്നുമല്ല നിങ്ങളിവിടെ എടുക്കുന്നത്. അല്ല രാവും പകലും കിടന്ന് കഷ്ടപ്പെടണം ഞങ്ങൾ. കാരണം രാത്രി നൂല് ഉരുട്ടി വയ്ക്കണം. ഇവിടുന്ന് കാലത്തെ വന്നിരുന്ന ഇത് വൈകുന്നേരം മേടിച്ചെന്ന് വീട്ടിലെ പണിയും കഴിച്ചും പിന്നെ ഇരുന്ന് ഉരുട്ടി വയ്ക്കണം. കുറച്ച് ഒരുപാട് ദണ്ണമുണ്ട് മരുന്നത്തത്, ഒരുപാട് ദണ്ണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും മാസമായിട്ട് 1 രൂപയിൽ കൂലി തരാൻ പാടില്ല അവർക്ക്. അവരെന്തുകൊണ്ട് തരുന്നില്ല? ഇപ്പം എനിക്ക് പാടില്ലാണ്ട് 2 ആഴ്ച ഞാൻ പരിക്കാത്തിരിക്കുന്നത്. മരുന്നിന് കുറിച്ചിട്ട് മേടിക്കാൻ നിവൃത്തിയില്ലായിരുന്നു. പിന്നെ ഇതാ എന്ത് സർക്കാരാണ്? പിന്നെ അവർക്ക് മന്ത്രിമാർക്കൊക്കെ കാശുണ്ട് ഇല്ലേ? ഹാൻഡിക്സ് കൊടുക്കാൻ കാശുണ്ട്, ടീച്ചർമാർക്ക് കൊടുക്കാൻ കാശുണ്ട്, ബാക്കി എല്ലായിടത്തും കൊടുക്കാൻ കാശുണ്ട്. കൈത്തറിക്ക് അവർക്കൊന്നും കാശില്ല. എന്താ അതെന്താ അങ്ങനെ തീരുമാനിക്കണേ ഇവർ? ഇതങ്ങനെ വേണ്ടി നിർത്തിയേക്കാൻ പറ അവരോട്. ഇത് എനിക്ക് അത്ര വിഷമം ഉണ്ടാകും. ഞാൻ വനിലാകുന്നതോട് ഞാൻ പറഞ്ഞ വന്ന് എനിക്ക് ഇല്ല കിട്ടൂലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ 2 ആഴ്ച ഞാൻ പരിക്കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലും പാടില്ലാണ്ട് പനിയായിട്ടിരിക്കുന്നത്. എന്നിട്ട് വന്നിട്ടാണ് ഇപ്പം ഇങ്ങനെ വരാൻ പറഞ്ഞാൽ ഞാൻ വന്നാൽ പാടില്ലെങ്കിലും. സർക്കാരിന്റെ ഭരണം കഴിഞ്ഞു, ഇപ്പം UDF അധികാരത്തിൽ കയറി. അവർ പ്രതീക്ഷ ഉണ്ടോ? എനിക്കും ഒരു പ്രതീക്ഷയില്ല. ഉള്ള കാര്യം ഞാൻ പറയാമല്ല. ആര് സർക്കാർ ഭരിച്ചാലും അവർക്കും കൊള്ളാം, ഭരിക്കുന്നവർക്കും കൊള്ളാം. ഇത് ഏത് ചാനലാർ കേട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഭരിക്കുന്നവർക്കും കൊള്ളാം, കുറേ ഉദ്യോഗസ്ഥന്മാർക്കും കൊള്ളാം. പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ഞങ്ങളെപ്പോലെ തൊഴിലാളികൾക്ക് പ്രയോജനം ഇല്ല. അതുകൊണ്ടിട്ട് ഞാനിത് കുറേ ദിവസം ഉന്നിക്കൊണ്ടിരിക്കുന്നത് പറയണമെന്ന് ഓർത്തിരിക്കണം ഞാനിത്. കാരണം നമുക്ക് വേറെ വരുമാനമൊന്നുമില്ല. നമ്മൾ ഇതിമേ തൂങ്ങി കിടക്കുകയാണ്. ഇപ്പം കൊച്ചു കാലിൽ 17 വയസ്സ് ഇതിമേ കയറിയതാണ്. പൈസ 64 എനിക്ക്. കുഞ്ഞു ഭാവിയൊന്നുമല്ല ഞാൻ. അപ്പം നമുക്ക് എന്തെങ്കിലും 10 പൈസ കിട്ടും. നമ്മുടെ കാര്യം നടത്താറ് നമ്മൾ ഇത് വന്നത് പാടണ്ടായിട്ട് വരുന്നതല്ല. ആദ്യ സമയത്തൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ 3 മാസം കൂടുമ്പോഴൊക്കെ തരുമായിരുന്നു. പിന്നെ ഇല്ല. പിന്നെ 6 മാസം കൂടും. പിന്നെ വർഷത്തിൽ 2 പ്രാവശ്യമായി. ഇപ്പോൾ വർഷത്തിൽ 1 പ്രാവശ്യമായി. അങ്ങനെ കിട്ടിയാൽ മതിയാ? അവർക്കൊക്കെ അങ്ങനെ ശമ്പളം കൊടുത്താൽ മതിയാ? ഹാൻഡിക്സിലെ ജോലിക്കാർക്ക് പോരല്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ കണ്ണീര് കാണാൻ ആരുമില്ല? ഇല്ല, വാസ്തവം ആരുമില്ല. ഒരു സർക്കാരും ഇല്ല. ഒരു സർക്കാരും ഞങ്ങളുടെ കണ്ണീര് കാണുന്നില്ല. അത്ര വിഷമമുണ്ട് ഞങ്ങൾക്ക്. പൊടി ഞങ്ങൾ ഇതിന് പൊടി മുഴുവൻ നമ്മുടെ ഉള്ളിലേക്കാണ് ശ്വസിച്ച് കയറുന്നത്. മാസ്ക് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഈ പണി. അപ്പം നമ്മൾ ആ പൊടി മുഴുവൻ നമ്മുടെ ശ്വാസകോശത്തിലേക്കാണ് ഇരുന്നത്. പണ്ട് ഡോക്ടർ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിനി പാരമ്പര്യമായിട്ട് ചെയ്യുന്നവർ മാസ്ക് വെച്ച് ചെയ്യാവുന്നു. കാരണം അതുകൂടി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ക്ഷയം പിടിച്ച്. അതുപോലത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങളിപ്പോൾ അതിന് പോലും ഞങ്ങൾക്ക് കാശില്ല മരുന്ന് മേടിക്കാൻ. അതിന് പോലും തരുന്നില്ല സർക്കാർ. കൈകാല് വേദന അങ്ങനെ. ഇപ്പോൾ കാല് തട്ടിയിട്ട് 2 ആഴ്ച പരിക്കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. കാല് തൊട്ടാൽ നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. ചവിട്ടിയെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ചവിട്ടാൻ പറ്റണില്ല, അതുകൊണ്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരു മരുന്ന് കുറിച്ചാൽ മേടിക്കാൻ നമുക്ക് അറിയണുണ്ടോ? മേടിച്ച് തരാൻ ആരുമില്ല. അത് ഇവിടുന്ന് കിട്ടുന്നവർക്ക് നമ്മൾ ഈ പണിക്ക് വന്നേക്കണത്. പക്ഷേ അതിന് തരുന്നില്ല അവരാരും. പിന്നെ നമ്മളെന്ത് ചെയ്യാനാണ്? ഒരുപാട് കഷ്ടപ്പാടുള്ളൂ, ഒരുപാട് കഷ്ടപ്പാടും. ഇപ്പോൾ അത് കാരണം ഇങ്ങോട്ട് കയറാൻ കൂടി തോന്നണില്ല. സുഖം വന്നാലും കയറാൻ തോന്നുന്നില്ല ഇങ്ങോട്ട്. ഉള്ള കാര്യം പറയാമല്ല. കാശ് കിട്ടിയാൽ നമുക്ക് പണിയെടുത്താൽ കൂലി കിട്ടിയെങ്കിൽ നമുക്ക് വരാൻ തോന്നുള്ളൂ ഏത് പണിക്കാണെങ്കിലും. അത് ഇവിടെ ഇല്ല. ഇവിടെ ആ സംഗതി കിട്ടുന്നില്ല. പിന്നെ നമ്മൾ ഇതിനോട് കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ്? ഇത് കിട്ടുന്നല്ലോ ഉറപ്പുണ്ടായി ഞങ്ങൾക്ക്. ഒരു ഉറപ്പുമില്ല. ഇത്ര നാളും നെഞ്ചിട്ട് അടിച്ചാൽ മാത്രം പ്രയോജനം. അത്രയേ ഉള്ളൂ. ഈ വലിക്കുന്ന ഒരു പാടുമില്ലേ എന്ന് കണ്ടല്ലേ? ഇപ്പം ഈ നെഞ്ചിനാണ് ഈ പാടും. ഇവിടെ തേയ്മാനാണ് എല്ലാവർക്കും. ഇങ്ങനെ അടിച്ചും തേയ്മാനം, കാലിന് വേദന, ഇതൊക്കെ തന്നെ ആർക്കും എല്ലാത്തിനുള്ള അസുഖം. ഓരോരുത്തർക്ക് ഇവർക്ക് കാലുവേദന, അവർക്ക് തോളുവേദന, ഇവർക്ക് കാലുവേദന. എനിക്ക് കാലുവേദന അങ്ങനെ ഇല്ല. ഞാൻ നേരത്തെ മരുന്ന് കഴിച്ച് കുറഞ്ഞാൽ എനിക്ക് വലിയ കാലുവേദന. എനിക്കിപ്പോൾ തോളുവേദന തുടങ്ങിയിട്ടുണ്ട്. ഈ തോളുവേദന. അപ്പോൾ അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ തന്നെ ഒരു നിർത്തിയാക്കാൻ പറയും. പരിപാടി ഞങ്ങൾക്ക് വേണ്ട. അതല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമെങ്കിൽ അത് നേരാമണം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പണി കൊണ്ട് നമുക്ക് പണം കിട്ടുന്നില്ല, പകരം രോഗം കിട്ടുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമുക്ക് ഈ പണി കൊണ്ട് നമ്മൾ സന്തുഷ്ടരായിരുന്നു. കാരണം നമുക്ക് പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം നടത്താം. എനിക്ക് പിന്നെ ഇവിടെ ഒരു വനിതാ സമ്മേളനത്തിന് എനിക്ക് ഒരു പൊന്നാട അണിയിച്ചായിരുന്നു. ഏറ്റവും ഇപ്പോഴും ഇതുകൊണ്ട് ഉപജീവനം കഴിഞ്ഞ ആളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് അന്ന് കൃഷിമന്ത്രി ചോദിച്ചു. പിന്നെ കൃഷിമന്ത്രി അന്ന് വന്നത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ പ്രസാദ്, അത് തന്നെ പേര് ഞാൻ പറഞ്ഞു. അപ്പോൾ വന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കയറിച്ചപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. നേരത്തെ എന്തായിരുന്നു? ഞാൻ പറഞ്ഞു നേരത്തെ തോർത്ത് നെയ്ത്തായിരുന്നു. അപ്പോൾ അതാണ് മെച്ചം, ഇതാണ്. നമ്മൾ ഇതാണ് മെച്ചം. കഷ്ടപ്പാടുണ്ട്, എന്നാലും മെച്ചം ഇത് തന്നെയാണ്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷമായെന്ന് പറഞ്ഞു. എന്നെ പൊന്നാടി അണിയിച്ചു. അപ്പോൾ അതുകൂടി ചെയ്ത ആളാണ്. അത്രയും കൂടി കഷ്ടപ്പെട്ടാൽ നമ്മൾ ഈ പണിയെടുക്കുന്ന കാര്യം പറഞ്ഞു. അതിനെ പാങ്ങടണ്ടായിട്ട് ചെയ്യുന്നല്ല ഇതൊന്നും. നമ്മളൊരു കാര്യം ഏറ്റുപോയല്ല സർക്കാരിനോട്, അത് നമുക്ക് ചെയ്തു കൊടുക്കണ്ടേ? അതുകൊണ്ടിട്ട് നമ്മളിതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. ചേച്ചി, എന്തൊക്കെ ജോലികളാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്? തുടക്കം നമ്മൾ വലിയ നെല്ല് ചുറ്റി പാവ് വീശണം. പാവാക്കണം കണ്ടില്ലേ? പാവ് വീശണം. അത് കഴിയുമ്പോൾ പാവ് കൂട്ടിച്ചേർക്കലുണ്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നെയ്ത്ത്. പിന്നെ വൈകുന്നേരം വീട്ടിൽ പോയി എന്നിട്ട് ചെറിയ നെല്ല് ചുറ്റിക്കൊണ്ട് വന്നിട്ട് വേണം നമുക്കിത് ചെയ്യാനായിട്ട്.
അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ്. നമ്മളിത് ചെയ്ത് എന്തെങ്കിലും ഇത് പറ്റിയാൽ അത് സാധനം എടുക്കില്ല. നമ്മൾ ഈരെടുത്ത് ഓർത്താണെങ്കിൽ അത്രയും കുഴപ്പമില്ല. അത്ര ശ്രദ്ധയോടുകൂടി വേണം. നമ്മൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഇത്രയും ഇതൊക്കെ ഡാമേജ് ആയിരിക്കണം. കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം അവർ തള്ളും. ഇഴയെടുപ്പം വേണം. പിന്നെ എന്തെങ്കിലും ഡാമേജ് വരും നമ്മുടെ നെയ്ത്തിൽ, ഒരു ഇഴ പൊട്ടിയാലൊക്കെ മതിയല്ലോ. അത് പിന്നെ അവരെടുക്കാതെ മാറ്റിയിടും. അത് നമ്മൾ ആ ചെയ്ത കൂലിയെ പോകും. അതിൻ്റെ പേരിൽ 3 പേര് പോയതാണ് ഇവിടുന്ന്. അവരുടെ ചെയ്തു വെച്ചേക്കുന്ന സാധനങ്ങളായിരിക്കണം, എടുക്കാതെ വെച്ചേക്കുന്ന സാധനങ്ങൾ. അതങ്ങനെ ഇത് കഷ്ടപ്പാടുള്ള പണിയാണ്. നമ്മളെ ഇതിനകത്തേക്ക് അവർ വലിച്ചഴച്ചിട്ടിട്ട് നമുക്ക് കൂലി ഇല്ലാത്തതാണ് മെയിൻ. ജോലി ചെയ്യണമെങ്കിലും കൂലി കിട്ടുന്നുണ്ട്. തൊഴിലുറപ്പിന് തന്നെ ഇപ്പോൾ കൂലി ആഴ്ച തോറും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് കൈത്തറി തൊഴിലാളികളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അവർ തോർത്ത് നെയ്തുകൊണ്ടിരുന്നവരെ കൂടി വിളിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇപ്പോൾ തിരക്കണ പോലുമില്ല. ഇത് വേണ്ടായിരുന്നു, ഇത് വേണ്ട, ഇത് നിങ്ങൾ വേണ്ടെന്ന് തന്നെ പറ. എന്ത് കാര്യത്തിനാണ് ഇത് ചെയ്യണത്? നമുക്കറിയാം, ഇത് കണ്ടോ, യൂണിഫോമിന് വേണ്ടിയിട്ട് എടുത്ത ആദ്യകാലത്ത് സംഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട്. ഇത് ഈ തുണിക്ക് എന്ത് പറ്റി ചേച്ചി? ഇതിൻ്റെ വക്ക് കണ്ട, അതെ ഇത് കണ്ട, ഇതാണ് ഡാമേജ്. ഈ കാണുന്ന ഇത് കറക്റ്റ് അല്ല. ഇങ്ങനെ വന്നാൽ എടുക്കൂല. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ചേച്ചി ഇങ്ങനെ പുള്ളിക്കപ്പം പണിത് വൈകുന്നേരം വരെ ജോലി ഇത് തന്നെ തുടർച്ചയായിട്ട് ചെയ്യും പുള്ളി. അത് പിന്നെ എടുക്കാതെ വന്നിട്ട് തിരിച്ച് മതിയാക്കി പോയി. പുള്ളിക്ക് കൂലി കിട്ടണില്ല. പുള്ളിയുടെ കൂടുതൽ ഇവിടെ ഇരിക്കണം. അങ്ങനെ ഒരാൾ വയ്യാതെ പോയി. ആ ചേച്ചി അങ്ങനെ കണ്ട. ഇപ്പം ഈ തുണി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒന്നും നമുക്ക് വേറെ എന്തെങ്കിലും സർക്കാരിന് നമുക്ക് ഷർട്ട് പിള്ളേർക്ക് കൊടുക്കാനൊക്കെയല്ല. ഇത് തുണി അങ്ങോട്ട് കൊടുത്താൽ അവർ സമ്മതിക്കുക. മോശമുള്ള തുണി ചെന്നാൽ അത് സർക്കാരിന് ഇതാകും. ഇത് നിങ്ങൾക്ക് പുറത്ത് വിൽക്കാൻ പറ്റും? ഇല്ല. ഇത് സർക്കാരിൻ്റെ സാധനവും നമുക്ക് ഒന്നും ചെയ്യാനൊക്കില്ല. ഇത് കണക്കുള്ള സാധനവും നമുക്ക് ഒന്നും ഇതിനകത്ത് ചെയ്യാനൊക്കില്ല. പൊടിഞ്ഞു പോകുന്നത് പൊടിഞ്ഞ് അവർ ഇടയ്ക്ക് ചോദിക്കും, ഡാമേജിൻ്റെ കണക്ക് ചോദിക്കും. കണക്ക് കൊടുക്കും. അതൊക്കെ തന്നെ. അതിന് കൂലി കിട്ടിയിട്ടില്ല. മാറ്റി വെച്ചേക്കണേ. ആ ചേച്ചി അങ്ങനെ കുറച്ച് ഇത് വന്ന് പുള്ളി വൈകുന്നേരം വരെയൊക്കെ നെയ്ത് തുടർച്ചയായിട്ട് ഇത് തന്നെ കാണിച്ചു വയ്ക്കുമ്പോൾ എടുക്കാതെ പോകും. ഇതിവിടെ കിടന്ന് പൊടിഞ്ഞു പോയാലും ഇതിൻ്റെ പണവും കിട്ടില്ല. ഇത് സർക്കാർ എടുക്കുമോ അതുമില്ല. ഇത് ഇവിടുത്തെ സ്ഥലം ഇങ്ങനെ വേസ്റ്റായി പോകും. അങ്ങനെയാണ് ഈ ഡാമേജായ തുണികളുടെ ഒരു അവസ്ഥ. 2017 ഒക്ടോബറിൽ തുടങ്ങിയ പരിപാടിയാണിത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരേ കൂലി തന്നെയാണ് കിട്ടുന്നത്. ആ കൂലി നേരാമണ്ണം ഞങ്ങൾക്ക് കിട്ടണ പോലും ഇല്ല. നെയ്ത്ത് തൊഴിലാളികൾക്ക് തൊഴിലിന് വേണ്ടിയിട്ടാണ് സർക്കാർ തോമസ് ഐസക് ഈ പരിപാടി തുടങ്ങിയത്. പക്ഷേ ഇത് ഒരു പ്രയോജനമില്ലാത്ത പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ. ഞങ്ങളെ തിരക്കണമില്ല. ഇപ്പോൾ സർക്കാർ വന്നിട്ട് എല്ലാ മേഖലയും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതിനെപ്പറ്റി ഒന്നും അവർ പറയണില്ല നമ്മളെക്കുറിച്ച്. പിന്നെ എന്തിനാണിത്? ഈ കഴിഞ്ഞ ഒക്ടോബറിലെ കൂലി തന്നത് ഇലക്ഷൻ പ്രമാണിച്ച് 1 മാസത്തെ കൂലി തന്നു. ഇപ്പോൾ അടുത്ത ഓണം വരാറായി. അടുത്ത മാസം ഓണമായില്ലേ? ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ തന്നാണ് അവർ ഞങ്ങളെ ഇതിനകത്ത് പിടിച്ചിട്ടത്. ഞങ്ങൾ ഓരോരുത്തർ തൊഴിലിന് പോയിരുന്നവരാണ്. അവരെയൊക്കെ പിടിച്ച് ഇതിനകത്ത് കൊണ്ട് ഇട്ടിട്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് മതിയായത്. തൊഴിലിനോട് വെറുപ്പായി, മതി. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് വരുമാനങ്ങളുള്ളവരാരുമല്ല ഉള്ളത്. ഞങ്ങൾ ഈ കൂലിപ്പണി ചെയ്താണ് ഞങ്ങൾ അന്നന്ന് കഴിഞ്ഞു പോണത്. പക്ഷേ അതുപോലും ഞങ്ങൾക്ക് നേരെവേ കിട്ടണില്ല. ഞങ്ങൾക്ക് ഈ വർഷത്തിൽ 1-2 പ്രാവശ്യം ഞങ്ങൾക്ക് കൂലി കിട്ടിയതുകൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ പഠിക്കണ കുഞ്ഞുങ്ങളുള്ള എല്ലാവർക്കും 2 പിള്ളേരൊക്കെ വെച്ച് പഠിക്കണതുമാണ്. എല്ലാവരും കൂലിപ്പണിക്കാരുമാണ്. ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറ. ഞങ്ങൾ ആരോടാ ചെന്ന് പറയേണ്ടത്? എല്ലാ തൊഴിൽ മേഖലകളിലും കൂലി കൂട്ടി കൊടുക്കുന്നുണ്ട്. ഞങ്ങളെക്കുറിച്ച് ഇത് അന്വേഷിക്കണമില്ല, തിരക്കണമില്ല. ഞങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ പോയി ധർണയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് ഒരു പ്രാവശ്യത്തെ കൂലി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനുള്ള വരുമാനം പോലും സംഘത്തിനുമില്ല ഒന്ന് പോയി വരാനുള്ള. അതാണ് ഞങ്ങളുടെ അവസ്ഥ. എല്ലാ തൊഴിൽ മേഖലകളിലും കൂലി കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് കൂലി കിട്ടാതെ എങ്ങനെയാണ് ഞങ്ങൾ കൂലി കൂട്ടി തന്നെന്ന് പറയണത്? അതാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ട അത്യാവശ്യം. കാര്യം ഞങ്ങൾക്ക് കൂലി കിട്ടണം. അത് കൂലി ഞങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷമല്ലേ ഞങ്ങൾക്ക് കൂലി കിട്ടണമെന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളോട് പല മോഹന വാഗ്ദാനങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും ഇതിനകത്ത് നിന്ന് കിട്ടും. നിങ്ങൾ പിന്നെ ഇൻസെൻറ്റീവ് കിട്ടും നിങ്ങൾക്ക്. അത് 3 മാസം കൂടുമ്പോൾ അത് തരും. ഇതൊന്ത് പറഞ്ഞിട്ടും ഇൻസെൻറ്റീവും ഇല്ല, കൂലിയില്ല. ഇപ്പം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങളിപ്പോൾ കൊണ്ടിട്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. അതാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പോഴത്തെ. ഇത് തുറക്കാൻ പോലും തുറന്ന് തോന്നണില്ല. തുറക്കണ കൂടിയില്ല. എന്നിട്ട് തുറന്നിട്ട് വെറുതെട്ടിട്ടാണ്. അത് കാരണം അങ്ങനെയൊക്കെ എല്ലാവരും വീട്ടിൽ കുത്തിയിരിക്കും. ഞങ്ങൾക്ക് ക്ഷേമനിധി, ഇപ്പോൾ കൈത്തറി തൊഴിലാളികൾക്ക് ക്ഷേമനിധി, എല്ലാവർക്കും ഒരു പെൻഷൻ ഉണ്ടല്ലോ, ഒരു 10-60 വയസ്സാകുമ്പോൾ. ഞങ്ങളും അത് പ്രതീക്ഷിച്ചാണ് ഈ കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. ആ കഷ്ടപ്പെടുന്ന സമയം ഞങ്ങൾ ക്ഷേമനിധി അടയ്ക്കേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ എന്താ പറയുക, വേറെ ജോലിക്ക് പോകണം. വേറെ ജോലിക്ക് വല്ല തൊഴിലുറപ്പിന് അങ്ങനെയൊക്കെ പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടുവേണം ഞങ്ങൾ ക്ഷേമനിധി അടയ്ക്കാൻ. അത്ര ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഈ തൊഴിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാമോ? ആ ഒരു സ്റ്റേജിലേക്ക് വരെ വന്ന് വിട്ടിരിക്കുകയാണ്. ക്ഷേമനിധി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്തതിന് ശേഷം ആ പൈസ കൊണ്ട് ഞങ്ങൾ ക്ഷേമനിധി അടയ്ക്കണം. അത്ര പോലും സംഘത്തിനും ഇല്ല. ഞങ്ങൾക്ക് ചെയ്ത കൂലി കിട്ടാനും ഉണ്ട്. കാര്യം ഞങ്ങൾക്ക് 10-30,000 40,000 ഒക്കെ കിട്ടാനുള്ള ഒരുപാട് പേരുണ്ട്.
അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് കിട്ടാനില്ല. അതിന് ഞങ്ങൾ വേറെ ജോലിക്ക് പോകണം. ഈ ജോലി ചെയ്യാൻ കൈയും കാലും ഒരുപോലെ പ്രവർത്തിക്കണം. കൈയും കാലും മനസ്സും ശരീരം ഒരുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ജോലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ചാൽ പിന്നെ ആ മുണ്ട് റിജക്റ്റായി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അന്ന് വൈകുന്നേരം വരെ ഇരുന്ന് കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോകും. അതാണ് ഞങ്ങളുടെ ജോലിയുടെ പ്രത്യേകത. അത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിക്കാണ് ഞങ്ങൾക്ക് കൂലിയില്ലാതെ ഞങ്ങൾ ഈ നട്ടോട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഒരു ദിവസം നിങ്ങൾ 1 മീറ്റർ തുണി ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ്? 1 മീറ്ററല്ല, അതിൽ കൂടുതലൊക്കെ നെയ്യാം. മിനിമം 6 മീറ്ററൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിന് 6 മീറ്റർ നെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപയാണ് കിട്ടേണ്ടത്? 450. ഒരു ദിവസം നമ്മൾ 450 രൂപയ്ക്കാണ് ജോലി ചെയ്യാം. അത് ഇതുപോലെ അത്രയും ശ്രദ്ധയോടുകൂടി ഇന്ന് വേണം ചെയ്യാനായിട്ട്. ഒരു തണുപ്പൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണില്ല. പിന്നെ വെയിൽ നന്നായിട്ട് വരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഒരു മഴക്കാറൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഇഴകൾ നമുക്ക് കാണാനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അത്ര ഇതോടുകൂടി ഇന്നാണ് ഞങ്ങൾ ഈ തൊഴിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ സർക്കാർ പറയുന്നതനുസരിച്ച് ഞങ്ങൾ ടാർഗറ്റ് തികച്ച് കൊടുക്കുന്നുണ്ട്, എന്ത് ബുദ്ധിമുട്ട് സഹിച്ചും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളോട് തിരിഞ്ഞു നോക്കണില്ല. അതാണ് സത്യം. അവർ പറഞ്ഞ ടാർഗറ്റ് ഇത്ര മാസം ഇത്ര കൊടുക്കണം, മീറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ കഷ്ടപ്പെട്ട് എന്ത് ബുദ്ധിമുട്ട് സഹിച്ച് വീട്ടിലെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ എന്താണ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ജോലി ചെയ്താൽ കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചെയ്യും. പക്ഷേ ആ ചെയ്ത് ടാർഗറ്റ് തയ്ക്കണല്ലാണ്ട് ഇന്ന് വരെ ഞങ്ങളുടെ കൂലിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല, തിരക്കിയിട്ടുമില്ല. ചേച്ചിക്ക് എത്ര രൂപയാണ് കിട്ടാനുള്ളത്? 88,000 രൂപ കിട്ടാനുണ്ട് ഇവിടെ നിന്ന്. മരുന്ന് പോലും മേടിക്കാം. പിന്നെ അതിൽ പോലും പറയാനാണ്. തൊഴിലുറപ്പിന് പോയാൽ നമുക്ക് വ്യത്യാഴ്ച കൂലി കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അവിടെ അക്കൗണ്ടിൽ കാശ് കയറിയിരിക്കും. ഇതെന്താ ഇങ്ങനെ കളിപ്പിക്കുന്നത് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർക്കാർക്കും ശമ്പളം കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ലെന്നേ. അവർക്ക് ശമ്പളം ഇല്ലെങ്കിൽ ഞങ്ങൾ സമ്മതിച്ച് അവർക്കും ശമ്പളം കൊടുക്കുന്നില്ലല്ലോ. ഇത് ഞങ്ങൾക്കും ശമ്പളം, അവർക്ക് ശമ്പളമോട് എങ്ങനെ ഉണ്ടാകണത് അതറിയണ്ടേ? ചേച്ചിക്ക് എത്ര കിട്ടാനുള്ളത്? എനിക്ക് 50,000 രൂപയിൽ മേലെ കിട്ടാനുണ്ട്. ചേച്ചിക്ക് എത്ര കിട്ടാൻ? എനിക്കൊരു 50,000-60,000 രൂപയ്ക്ക് മേലുണ്ട് കിട്ടാനുണ്ട്. എനിക്കൊരു 60,000 രൂപ കിട്ടാനുണ്ട്. ഇത്ര മാസമായില്ലേ? 9 മാസമായില്ലേ? അപ്പോൾ ഇവിടെ ഈ ചേച്ചി 4 പേര് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഇനി എത്ര പേരുണ്ടായിരുന്നു ഇവിടെ മൊത്തം? ഇപ്പം ഞങ്ങൾ യൂണിഫോം നെയ്യണവർ 7 പേരുണ്ടായിരുന്നു. ഇതുപോലെ പൈസ കിട്ടാതെയൊക്കെ വന്നതോടുകൂടി ഈ ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ പറഞ്ഞല്ലേ രാത്രിക്ക് ഉരുട്ടി വയ്ക്കണം. ഇതിലെ കഷ്ടം ചില സമയത്ത് 6 മീറ്റർ തന്നെ എല്ലാ ദിവസവും നെയ്യാൻ പറ്റില്ല. കാലാവസ്ഥയുടെ അനുസരിച്ചിരിക്കും. കാരണം തണുപ്പാണെങ്കിൽ ഒട്ടും നെയ്യാൻ പറ്റില്ല. കാരണം ഈ പിണി ഇങ്ങനെ പൊങ്ങി വരണ്ടേ, ഇഴ തമ്മിൽ വിട്ട് കിട്ടണ്ടേ. തണുപ്പാണെങ്കിൽ ഇത് ഒട്ടിപ്പോവും. ഒട്ടിപ്പോയി കഴിഞ്ഞാൽ നെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കാണില്ല. കാരണം അത്രയ്ക്ക് കണ്ണും ഇതായിട്ട് വേണം. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ സാറ് കൗണ്ടിങ് ഗ്ലാസ് വെച്ച് നോക്കും, അങ്ങോട്ട് മാറ്റിയിടും. അങ്ങനെ മാറ്റിയിട്ടതാണ് ഈ അലമാരിയിലിരിക്കുന്ന തുണികൾ. അപ്പോൾ അങ്ങനെയൊക്കെ കൂടി വന്നപ്പോൾ ആൾക്കാർക്ക് മടുപ്പായിപ്പോയി, കൂലിയുമില്ല. എന്നിട്ടും ഞങ്ങൾ സർക്കാർ ഇപ്പം മാറി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നിർത്തിയതാണ്, വരില്ല. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്പെക്ടർ വന്നിട്ട് പറഞ്ഞ് ചേച്ചി ഇനി അങ്ങനെ വരില്ല, നിങ്ങളെന്തായാലും ടാർജറ്റ് ഇത്ര വേണം, ഞങ്ങൾക്ക് ഇത്രയും ടാർജറ്റ് തന്നിരിക്കണം നെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ സാറും നല്ല രീതിയിൽ പെരുമാറിയതുകൊണ്ടും ഞങ്ങൾ അങ്ങനെ ഇവർ പറഞ്ഞ ടാർജറ്റ് ഞങ്ങൾ മാർച്ച് മാസത്തിൽ തികച്ചു കൊടുത്തു. മറ്റു പണിക്ക് പോകാത്ത തൊഴിലുറപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്, ഞങ്ങളാരും പേര് വെച്ചില്ല. കാരണം സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഈ പാവപ്പെട്ട കുട്ടികൾക്കല്ലേ, സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോം തുണി ആയതുകൊണ്ട് ഞങ്ങൾ പോലുള്ളവർ അത്രയ്ക്ക് നന്നായിട്ട് അറിയാവുന്നവർ ഇത് നെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങളെപ്പോലുള്ളവർ മാറി നിന്ന് കഴിഞ്ഞാൽ ഇത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. സർക്കാരും പിന്നെ പ്രതിസന്ധിയിലാകും പറഞ്ഞ സമയത്ത് തുണി കൊടുത്തില്ലെങ്കിൽ. അങ്ങനെ സാറന്മാർ വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലുറപ്പിനും മറ്റു പണിക്കും പോകാതെ ഇവിടെ വന്നിരുന്ന് നെയ്ത് മാർച്ച് മാസത്തോടുകൂടി ഞങ്ങൾ പറഞ്ഞ ടാർഗറ്റ് തികച്ചു കൊടുത്തു. ഞങ്ങൾ 10 പൈസ വേറെ നിവർത്തിയില്ല, കടവും മേടിച്ച് അങ്ങനെയൊക്കെയുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടെ. വ്യവസായ വകുപ്പ് മന്ത്രി അറിയിച്ചില്ലേ നിങ്ങൾ ഇപ്പോഴത്തെ പുതിയ? ഇല്ല, ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ആരുടെ അടുത്ത് പറയണം, എവിടെ പോകണം, അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ മെമ്പർമാർ അങ്ങനെയുള്ളവരുടെ അടുത്ത് പറയുക. പിന്നെ പറയാനുള്ളത് ഈ DICയിൽ ഇൻസ്പെക്ടർ വ്യവസായ കേന്ദ്രത്തിലെ സാറന്മാരോ DR അങ്ങനെയുള്ളവരെ വിളിച്ച് ശല്യം ചെയ്യാന്നുള്ളൂ. അവരോട് പറയേണ്ട, അവർ പറയും കിട്ടും. അതല്ലാതെ ഈ പൈസ വേറൊന്നും പറയുന്നില്ല, കിട്ടും. എത്ര പേരുണ്ടായിരുന്നു ഈ സൊസൈറ്റിയിൽ? ഒരു 150 പേരിൽ അധികം ഉണ്ടായിരുന്നു. അല്ല, തോർത്ത് നെയ്തിരുന്നവരാണ്. അപ്പോൾ ഹാൻഡെക്സ് ചെയ്യുന്ന സമയത്ത് നൂലോ പൈസയൊക്കെ കിട്ടാതെ വന്ന് ഇപ്പോഴും ഏകദേശം 2,85,000 രൂപയോളം ഇനിയും കിട്ടാനുണ്ട്. ഹാൻഡെക്സിൻ്റെ പൈസ കിട്ടാനുണ്ട്. അത് ചരക്ക് അവിടെ കെട്ടിക്കിടന്നിട്ടല്ല, വിറ്റ് പോയിട്ടുമുണ്ട്. പക്ഷേ പൈസ ചോദിക്കുമ്പോഴൊക്കെ ഫണ്ടില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന മറുപടി കേട്ടാൽ നമുക്ക് തന്നെ ദേഷ്യം വരും. അങ്ങനെയായിരുന്നു, ചിലവായിപ്പോയി. എവിടെ പോയി? ഞങ്ങളുടെ കാശാ അത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ട കാശാ. ഞങ്ങളുടെ കൈക്കാശ് കൊടുത്ത് നൂല് മേടിച്ച് നെയ്ത് വെച്ചിരുന്ന ചരക്ക് കൊണ്ടുപോയ കാശാ കിട്ടാത്തത്. സർക്കാർ ഇത് ഗൗരവകരമായിട്ട് എടുക്കണം. കാരണം പാവപ്പെട്ട കുട്ടികൾക്കുള്ള യൂണിഫോം തയ്ക്കുന്ന ആ തുണി നെയ്തെടുക്കുന്ന കൈത്തറി തൊഴിലാളികളാണ് ഇവർ.
അവർ ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഈ സേവനം ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. അവർക്ക് അതിനുള്ള കൃത്യമായ വേതനം നൽകണം. എല്ലാവർക്കും 50,000 85,000 രൂപയൊക്കെ കിട്ടാനുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ കിട്ടിയിട്ട് വേണം ഇവരുടെ വീടുകളിലെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ, കടം തീർക്കാൻ, മരുന്ന് മേടിക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. അടിയന്തരമായി വ്യവസായ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടണം. ഈ പാവപ്പെട്ട ആൾക്കാർ, ഇത് പാണാവള്ളിയിലെ മാത്രം കഥയല്ല, കേരളം ഒട്ടാകെയുള്ള കൈത്തറി തൊഴിലാളികൾക്കൊക്കെ ഈ ഒരു അവസ്ഥയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടിയന്തരമായി ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ആലപ്പുഴയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.